10,000 വോട്ടാ ഈ കോളനി ഉള്ളത്. അത് ഒഴിപ്പിച്ചാൽ പോയില്ലേ? അത് വിട്ട് കളിക്കൂല പുള്ളിയും പുള്ളിയുടെ പാർട്ടി. നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന വിചാരം? കോളനിക്കാർ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ, അവർ നിന്റെ സമുദായക്കാരായോണ്ടാ. എടാ, നീയാണ് കോളനിയിൽ അയാളുടെ ശക്തി, ആളുകൾ നിന്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ അല്ല, നിന്റെ ശക്തിയല്ലടാ. സമരങ്ങളിലൂടെയാണല്ലോ പുതിയ നേതാക്കളുണ്ടാവുന്നത്. ഇത് നിന്റെ അവസരമാണ്. കമ്പനിയോടെ വരണം. നാട്ടുകാർക്ക് വേണ്ടി അതിന് നീ മുന്നിൽ നിൽക്കണം. ഇനി അയാളുടെ തുപ്പലം നമ്മുടെ മേത്ത് വീഴണ്ട. എടാ, രഘുവേട്ടൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. നമ്മളും ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ വരും, അവരെ സമരം ചെയ്ത് പൂട്ടിക്കെട്ടി ഓടിക്കും. പറയുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന പേരും. സത്യത്തിൽ കമ്പനി പറയുന്നതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇവിടെ തന്നെ കൂടിയാ നമുക്ക് എന്താണ് നേട്ടം? നാളെ നമ്മളിത് ഈ കോളനിയിൽ തന്നെ സമയത്തിന് കരണ്ടും വെള്ളവും കിട്ടാൻ വേണ്ടി തല്ലുണ്ടാക്കി തിങ്ങി ഞെരുങ്ങി ദേ ഇവിടെ തന്നെ തീരും. നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ? കുടുംബത്തിലൊരാൾക്ക് ജോലി, വേറൊരിടത്ത് മെച്ചപ്പെട്ട വീട്, പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം, ഇതെല്ലാം മാറ്റമല്ലേ? മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ സമരം. ഇവിടെ കമ്പനി വരാതിരിക്കാൻ പലരും ശ്രമിക്കും, പലരും. അവർക്കൊക്കെ എതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഇവിടെ കമ്പനി വരണം, അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് നമ്മളൊന്ന് ഒപ്പിടാൻ പോവാണ്. ശ്രീധരൻ, എന്താ നിങ്ങൾക്ക് ലഡ്ഡു ഉണ്ടാക്കണ? കോളനി കിടന്ന് അധികം കളിക്കാൻ നിൽക്കണ്ട മലരെ, ഇറങ്ങിപ്പൊക്കോ. അത് കണ്ട പൊട്ടിയായിക്കോ. നീ വെക്ക്, ഞാൻ വരാം. സാർ, നടരാജ് സാർ ലൈനിലുണ്ട്. ഹലോ സാറെന്താ സാർ ഈ ഫോണിൽ? തൻ്റെ ഫോണിൽ നേരിട്ട് വിളിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. കൈവിട്ട് പോകുള്ളൂ സാറേ. അത് പ്രശ്നമാക്കണ്ട സാറേ, ചെറിയ പിള്ളേരാ. പിള്ളേർ ചെറുതാ, പക്ഷേ അവർ ചെയ്യുന്ന പരിപാടി ചെറുതല്ല. പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ തന്നെ പരിഹരിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മളൊക്കെ എന്തിനാടും? ഇതൊരു മോഡലാ, നടക്കരുത്. പിള്ളേർ തെളിഞ്ഞ ചെറുക്കുന്നത് താനാ. ഹലോ സാറേ, ഹലോ ഹലോ.
പറഞ്ഞപ്പാ? അനന്ത വന്നിരിക്കാൻ പറ. ആ എടാ നീ എവിടെടാ? വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. കഴിഞ്ഞോ? ഇതുപോലെ നീ എന്തിനാ ഉമ്മാരൊക്കെ ചുമന്നു നടക്കുന്നത്? നീ പറഞ്ഞ പോലെ ലക്ഷ്യമല്ലേ മുഖ്യം, കൂടാരെന്നുള്ളതല്ലോ. വന്നോന്ന് വീട്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. എടാ നമ്മുടെ പിള്ളേരല്ലേ? ഓ, നമ്മുടെയോ അതോ നിങ്ങളുടെയോ? നിക്ക. ലെറ്റർ കുറച്ച് വലുതാക്ക. എടാ എടാ നിക്കടാ. നീ എവിടേക്കായി പോന്നെ? എടാ നമുക്കിത് വിടാടാ. എന്താടാ കുറച്ച് ദിവസമല്ലേ മുങ്ങിയാടപ്പ്? നീയല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചേ? എൻ്റെ വാക്കും കേട്ട കൊള്ളക്കാർ മുഴുവൻ ഇറങ്ങിയേക്കുന്നത്. നോക്കി ഇത് മതിയാ? നേരെ പിടിച്ചേ. കൊള്ളോ? ഓക്കെ അല്ലേ?